ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉലുവയും ഞവരയരിയും കുതിർത്തി വെച്ചിരിക്കുവാണ്. ഞവരയരിയും ഈ ഉലുവയും കൂടി കുതിർത്തി വെച്ചിട്ട് നമ്മൾ ആശാളി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, മരുന്നാണത്, അതും കൂടി കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉലുവയും ഞവരയരിയും ആശാളിയും കൂടി വേവിക്കാൻ പോവുകയാണ്. നമ്മൾ ഔഷധക്കഞ്ഞിക്കുള്ള കൂട്ടാണിത്. അപ്പം നമ്മൾ ഇതിലേക്ക് കുക്കറിലേക്ക് അരി ഇടുവാണ്. നന്നായിട്ട് വേകണം. ഞവരരി കുതിർത്തിയിട്ടേ വേവിക്കാവുള്ളൂ. ആശാളി ഇട്ട് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. പിന്നെ ഔഷധപ്പൊടി, അത് നമ്മൾ നന്നായിട്ട് ഒരു ഗ്ലാസ് ഇടണമെങ്കിൽ 1 സ്പൂൺ നന്നായിട്ട് പൊടി ചേർക്കണം. ചേർത്ത് ഈ തേങ്ങ അരച്ചതും ജീരകവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കണം. അപ്പം നമുക്ക് ഈ ഉലുവായും ആശാളിയും ഈ ഞവരി അരിയും കൂടി വേവിക്കാൻ വയ്ക്കാം. നന്നായിട്ട് വെള്ളം വയ്ക്കണം. തിളച്ച് കയറി പോകാത്ത രീതിയിൽ നന്നായിട്ട് വേവിക്കണം. അപ്പോൾ നമ്മൾ ഈ അരി അങ്ങോട്ട് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഞവര ആശാളിയും ഉലുവയും നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജീരകവും തേങ്ങായും ചേർക്കുവാണ്. അത് നമ്മൾ ചേർത്തിട്ട് വെള്ളം പോരുന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളമേ ചേർക്കാവുള്ളൂ. പിന്നെ ഈ മരുന്ന് പൊടിയും കൂടി ചേർക്കാം. 1 സ്പൂണാണ് ഞാൻ എടുത്തേക്കണേ. 1 സ്പൂണ് പൊടിയാണ് ഞാൻ എടുത്തേക്കണേ. ഈ മരുന്ന് പൊടിയാണ് ഇതിൽ ഏറ്റവും ഗുണകരമായത്. പിന്നെ ഞവരേരി, ഉലുവയും ആശാളി എല്ലാം നല്ല നമുക്ക് നടുവേദനയ്ക്കും ഒക്കെ പറ്റിയതാണ്. ഇതൊരു 7 ദിവസം കുടിക്കുവാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇനി നമ്മൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിലൊഴിച്ചാൽ ചിലപ്പോൾ അത് കൂട്ടി. നമ്മുടെ കഞ്ഞി നല്ല പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നല്ല ഇതായിട്ടെടുത്ത് ഈ കഞ്ഞി ചൂടോടുകൂടി ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഉപ്പും കൂടി ചേർക്കണം. ഇത്ര ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇതിപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി. ഇനി ഇരുന്ന് കുറുകുമ്പോൾ പിന്നെ വെള്ളം വേണമെങ്കിൽ ലേശം കൂടി തിളച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. അന്നെങ്കിലേ ആ മരുന്നിൻ്റെ ഇത് പോകാതെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഔഷധക്കൂട്ട് നമ്മുടെ ഈ ഞവരക്കഞ്ഞിയുടെ ഇത് അല്ലെങ്കിൽ പിന്നെ കർക്കിടക കഞ്ഞിയുടേത് നമുക്ക് പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ എല്ലാ സാധനവും കിട്ടും. 230 രൂപയുള്ളൂ. ഇത് മേടിച്ചാൽ നല്ല സാധനമാണ്. എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക. ഇത് നല്ലതാണ്. നമുക്ക് നടുവേദനയ്ക്കൊക്കെ നല്ല സാധനമാണ്. എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.